ഒരു പമ്പ് സെലക്ഷനിൽ പ്രത്യേകിച്ച് ഒരു ബൂസ്റ്റർ പമ്പ് സെലക്ഷനിൽ എപ്പോഴും പറ്റുന്ന രണ്ട് മിസ്റ്റേക്കുകളാണ് അണ്ടർ എസ്റ്റിമേഷനും ഓവർ എസ്റ്റിമേഷനും. അതായത് നിങ്ങളുടെ ആവശ്യം ചെറുതാണെങ്കിൽ അതിലേക്ക് വലിയൊരു പമ്പ് വയ്ക്കുന്നതും നിങ്ങളുടെ ആവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയൊരു പമ്പ് വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ബൂസ്റ്റർ പമ്പ് സെലക്ഷനുകളിലുണ്ട്. മാക്സിമം 2 ബാത്റൂം വരെ ബൂസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും കൺസപ്ഷൻ കുറഞ്ഞ വില്ലോ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ബ്രാൻഡിൽ വരുന്ന ഒരു ബൂസ്റ്റർ പമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പമ്പുകളുടെയും കൺസപ്ഷനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 125 വാട്ട്സ് പമ്പിന് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസക്തിയുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞ പോലെ വില്ലോ എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡിൻ്റെ 125 വാട്ട്സ് മാത്രം കൺസപ്ഷൻ വരുന്ന ഒരു PW175EA എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഏകദേശം കമ്പനി പറയുന്നത് ഡ്രൈ ലോഡിൽ വരുന്ന കൺസപ്ഷൻ 125 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒരു ഫുൾ ലോഡിൽ നമുക്കൊരു 200-220 വാട്ട്സ് വരെ പ്രതീക്ഷിക്കാം. അതുകൂടാതെ 1.5 ബാർ പ്രഷറും ഏകദേശം 35 LPM 2000 ലിറ്ററിനടുത്ത് ഡിസ്ചാർജുമാണ് ഇതിൽ കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു പെർഫോമൻസ്, പ്രഷർ എത്ര വരെ മാക്സിമം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, എത്ര പോയിന്റുകൾ ഒരു അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൺസപ്ഷൻ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എങ്ങനെയാണ്, ഇതേപോലുള്ള ഡീറ്റെയിലുകളായിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വില്ലോ എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡിൻ്റെ 125 വാട്ട്സ് വരുന്നൊരു പമ്പ്. നമ്മൾ മറ്റ് ബ്രാൻഡുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഒരു ഫ്ലോ സ്വിച്ചിൻ്റെ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. അത് പലപ്പോഴും നമ്മുടെ ടാങ്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഷവറോ അല്ലെങ്കിൽ ടാപ്പോ തമ്മിൽ ഹൈ ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവാത്ത പ്രശ്നങ്ങൾ വരും. അതേപോലെ ഒരു വാഷിംഗ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫിൽട്രേഷൻ കൂടുതലായതുകൊണ്ട് ലൈനിൽ ഫ്ലോ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് ഇത് ഒരു പ്രഷർ സ്വിച്ചുള്ള മോഡലാണ്. നമുക്കിത് ലെവലായിട്ടുള്ള ടാങ്കോ ഓവർഹെഡ് ടാങ്കോ ഈവൻ നമുക്ക് നെഗറ്റീവ് സെക്ഷനിൽ നിന്ന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സ്വിച്ച് ഇതിൽ ഓൾറെഡി സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്രോക്സിമേറ്റ് 1.8 ബാറിൽ കട്ട് ഓഫ് ആവാനും 1.1 ബാറിൽ അത് ഓൺ ആവാനുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ലൈനിലുള്ള ഹാമറിങ് ഒഴിവാക്കാനായിട്ട് ചെറിയൊരു 2 ലിറ്ററിൻ്റെ പ്രഷർ ടാങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയ്ഡ് ഇൻ കൊറിയയാണ്. ഇതൊരു ജർമ്മൻ ബ്രാൻഡ് ആണെങ്കിലും ഈ പമ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കൊറിയയിലാണ്. അപ്പോൾ ഏറ്റവും ചെറിയൊരു കൺസപ്ഷനിൽ ഒരു ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു പമ്പ് എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെസ്റ്റിങ്ങിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഇതൊരു നെഗറ്റീവ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൽ നിന്നാണ് ഈ മോട്ടോർ വലിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു പ്രഷർ ഗേജും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടാപ്പും ഒരു ഷവറും കൂടിയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് രണ്ടും അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ്, സിംഗിളായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ആദ്യം തന്നെ ഇതിൻ്റെ പ്രഷർ റീഡിങ് അതേപോലെയുള്ള കറണ്ട് റീഡിങ് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോട്ടർ നെഗറ്റീവ് സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പമ്പ് പ്രൈം ചെയ്യുന്ന കാര്യം മറക്കരുത്. പമ്പിൽ നിറയെ വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. മോട്ടർ ഓൺ ചെയ്തു. അപ്പോൾ നമ്മുടെ മോട്ടർ ഓണായി. ഇത് ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പമ്പാണ്. ഇത് എത്രത്തോളം ഇതിൻ്റെ സൗണ്ട് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വളരെ സൈലൻ്റ് ആണ്. ഈ പമ്പ് ഇപ്പോൾ നെഗറ്റീവ് സെക്ഷൻ ആയതുകൊണ്ട് ഇത് പ്രൈം ചെയ്ത് വെള്ളം കയറി വരുന്നേ ഉള്ളൂ. വാൽവുകളെല്ലാം ഓപ്പൺ ചെയ്തിടാം. ഫ്ലോ ആയി വരുന്നേ ഉള്ളൂ. ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസ്ചാർജിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് പമ്പ് പ്രൈം ചെയ്തു. നല്ല പെർഫോമൻസിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ വാൽവ് അടച്ചു കഴിയുമ്പോൾ ഇതിൽ എത്ര പ്രഷറാണ് മാക്സിമം ലോഡ് ആവുന്നത് എന്നാണ് നമുക്ക് ബേസിക്കലി ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ വാൽവ് അടച്ചു. പമ്പ് ഓഫായി. ഓൾമോസ്റ്റ് 1.5 ബാറിന് തൊട്ട് മേലെ അല്ലെങ്കിൽ 1.5 ബാർ റേഞ്ചിലാണ് ഇപ്പോൾ പ്രഷർ ലോഡായി നിൽക്കുന്നത്. അപ്പോൾ ലൈൻ ലോഡ് നോക്കിക്കഴിഞ്ഞാൽ 1.5 ബാർ ഉണ്ടാവും. നമ്മൾ വാൽവ് തുറക്കുന്നതിനനുസരിച്ച് പ്രഷർ ഡ്രോപ്പ് വരും. ഓൾമോസ്റ്റ് 1 ബാറിനടുത്ത് എത്തുമ്പോൾ അത് ഓൺ ആവുന്നുണ്ട്. വാൽവ് അടച്ചു കഴിയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഓഫ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷനാണ്. ഇനി നമുക്ക് ഈ പമ്പിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് എത്ര വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ വാൽവ് ഓപ്പണായി. 2.9 ആണ് ഇപ്പോൾ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് 1.11 ആംബിയറിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 220 വാട്ട്സിലാണ് ഇപ്പോൾ നിലവിൽ ഈ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പയ്യെ ഒന്ന് ലോഡ് കൊടുത്ത് നോക്കാം എന്തെങ്കിലും വേരിയേഷൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. മാക്സിമം 1.1 വരെയാണ് ഇതിൻ്റെ മാക്സിമം കൺസപ്ഷൻ. അതായത് ഇപ്പോൾ കട്ട് ഓഫായി. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കറണ്ട് മാക്സിമം 2.9 to 3.2 ആംബിയർ റേഞ്ചിലാണ് കാണിക്കുന്നത്. അത് അപ്രോക്സിമേറ്റ് ഒരു 600-650 വാട്ട്സ് വരെയാണ് സ്റ്റാർട്ടിങ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഒരു 1 കിലോ വാട്ടിൻ്റെ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ മാക്സിമം റണ്ണിങ് ലോഡിൽ വരുന്ന മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ 1 ആംബിയർ 1.1 ആംബിയർ ഒക്കെയാണ്. അതായത് 200-250 വാട്ട്സിനുള്ളിലാണ് മാക്സിമം കൺസപ്ഷൻ വരുന്നുള്ളൂ.
ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു പമ്പിന് ആ ഒരു കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ കുറവായിട്ടുള്ളൊരു കൺസപ്ഷൻ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഒരു ടാപ്പ് മാത്രമാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്കിനി ഒരു ഷവറും കൂടി കൊടുത്തൊന്ന് ചെക്ക് ചെയ്യണം. അത് കൂടാതെ ഇതിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, ചിലർ പറയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ സ്വിച്ച് കടകടാന്ന് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള റീസണൊക്കെ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ പമ്പ് വർക്കിംഗ് ആണ്. ഇനി ഈ പമ്പിന് വരുന്ന ചില കംപ്ലയിൻസ് ആണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. ഈ പമ്പ് 1.5 ബാറിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ നീഡിൽ പയ്യെ ഒന്ന് താഴ്ന്ന് വരുന്നുണ്ട്. അതായത് ഈ ലൈനിൽ ഓൾറെഡി ചെറിയ രീതിയിലുള്ള ലീക്കേജ് ഉള്ളപ്പോഴാണ് ഇതേപോലെ പ്രഷർ ഡ്രോപ്പ് വരുന്നത്. ഇനി നമുക്കിത് മാനുവലി പയ്യെ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ലൈൻ ഡ്രോപ്പ് വന്നു. നമ്മുടെ പ്രഷർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓണായി. വീണ്ടും നമ്മുടെ ലൈൻ ചെറിയ രീതിയിലുള്ള ഡ്രോപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും പ്രഷർ ഡ്രോപ്പ് വന്നു. ഇപ്പോൾ തന്നെ മോട്ടർ ഓണായി ഓഫായി. അതായത് ഇത് ബേസിക്കലി എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അതായത് നിങ്ങൾ നോൺ റിട്ടേൺ വാൽവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലൈനിൽ നിങ്ങളുടെ നോൺ റിട്ടേൺ വാൽവിൻ്റെ ലീക്കേജോ, അത് കൂടാതെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തുള്ള ലീക്കേജുകൾ, അങ്ങനെയെല്ലാം വരാൻ നേരത്ത് ഈ ഒരു ചെറിയൊരു ലീക്കേജ് മതി. പക്ഷേ ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓണായി ഓഫായി അങ്ങനെ റിപ്പീറ്റഡായി ഓൺ ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈനിലെ ലീക്കേജായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ലൈൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. ലീക്കേജ് ഇല്ലാത്തൊരു ലൈനിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ ആ പ്രഷർ റേഞ്ച് അല്ലെങ്കിൽ പ്രഷർ ഗേജ് സ്റ്റഡി ആയിട്ടായിരിക്കും നിൽക്കുക. നമ്മുടെ ലൈനിൽ ഓൾറെഡി പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ പൈപ്പ് നേരെ പുറത്തേക്ക് എടുത്തു. അതായത് ഇതിപ്പോൾ വെള്ളത്തിൽ മുട്ടിയല്ല നിൽക്കുന്നത്. ഇതാണ് പ്രഷർ പമ്പുകൾക്ക് വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലൈൻ ഓൺ ചെയ്തു. നമ്മുടെ ആ ടാങ്കിലുള്ള ചെറിയൊരു പ്രഷറിൽ വെള്ളം തള്ളി വന്നു. ഇപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മോട്ടർ സ്റ്റോപ്പ് ആവില്ല. ഇതാണ് ഈ പ്രഷർ സ്വിച്ചുള്ള പമ്പുകളിൽ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്. ഇതിന് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് അത് ഓഫ് ചെയ്തോ. ഇതേപോലെ നമ്മൾ പ്രഷർ സ്വിച്ചുള്ള മോഡലുകൾക്ക് മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് ടാങ്കിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പമ്പിലേക്കുള്ള ലൈനിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഓഫ് ആവുന്ന ഒരു ഫ്ലോട്ട് സ്വിച്ച് അല്ലെങ്കിൽ ഒരു കൺട്രോളർ മസ്റ്റായിട്ട് ഇതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട പോലെ ഇത് ലൈനിൽ വെള്ളമില്ലെങ്കിൽ ഇതിൽ പ്രഷർ ഗേജിൽ ലോഡില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം വേണമെങ്കിലും ഓൺ ചെയ്ത് വർക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ സീല് ഡാമേജ് വന്ന് പമ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ആ മോട്ടർ കത്തിപ്പോവും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. ഷവർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഷവർ മാത്രം, അതായത് 6 ഇഞ്ചിൻ്റെ ഒരു ഷവറാണ്. 6 ഇഞ്ചിൻ്റെ ഷവറിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു 125 വാട്ട്സ് പമ്പേ ഉള്ളൂ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ ആവശ്യം ചെറുതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു മാക്സിമം 6x6 വരെയുള്ള 2 ഷവറുകൾ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഈ പമ്പിന് സാധിക്കും. കാരണം വളരെ ചെറിയൊരു കൺസെപ്ഷനാണ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഷവറും അതേ സമയത്ത് തന്നെ നമ്മുടെ ടാപ്പും ഒരുമിച്ച് തുറന്നാലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്നാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം പ്രഷർ ഡ്രോപ്പ് ഇല്ലാതെ തന്നെ 2 പോയിന്റുകൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം കൊടുക്കാവുന്ന ഈ പറഞ്ഞ പോലെ 6x6ൻ്റെ ഷവർ 2 എണ്ണം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇത് കറക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ റിക്വയർമെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അധികം കൺസപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വില്ലോ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന പമ്പാണ്. ആവറേജ് ഒരു 14,000 രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്ന ഒരു മോഡലാണിത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓവർ എസ്റ്റിമേഷൻ ചെയ്ത് പലരും പറയുന്നൊരു പരാതി 2 ബാത്റൂമിലേക്ക് ഒരു 1 HP പമ്പ് വിത്ത് 24 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ വെച്ചു എന്ന് പറഞ്ഞ് പല കസ്റ്റമേഴ്സ് എന്നോട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. വളരെ ചെറിയൊരു കൺസെപ്ഷനിൽ നിങ്ങളുടെ ഒരു ചെറിയ പർപ്പസ് നടക്കാവുന്ന ഇതേപോലെ ഒരു ചെറിയ പമ്പ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 6x6 സൈസ് വരെയുള്ള 2 ഷവറുകൾ അത്യാവശ്യം പെർഫോമൻസിൽ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാം. ഈവൻ സിംഗിൾ ഷവർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫുൾ പെർഫോമൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു പമ്പ് തന്നെയായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കാണാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് എല്ലാം കാണാനായിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.